വളരെ സിമ്പിളായിട്ട് ഒരു കോഫി പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ, 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 2.5 ടേബിൾ സ്പൂൺ ചൈന ഗ്രാസ്. ശരിക്കും ഇതുപോലുള്ള ചൈന ഗ്രാസ് ഞാൻ നമ്മുടെ പൊടിക്കണ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് അതിൽ നിന്ന് 2.5 ടേബിൾ സ്പൂൺ എടുത്ത് 1/4 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തതാണിത്. ഇനി നമുക്ക് എങ്ങനെ കോഫി പുഡിംഗ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ കോഫി പൗഡറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു സോസ് പാൻ എടുത്ത് അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഈ പാലിലേക്ക് കോഫി പൗഡർ, വെള്ളത്തിൻ്റെ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ കോഫി പാല് മിക്സ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് തിളവന്ന് തുടങ്ങുമ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ചൈന ഗ്രാസിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിൽ കിടന്ന ചൈന ഗ്രാസ് നന്നായി മെൽറ്റായി വരണം. അപ്പം നമ്മുടെ കോഫി പുഡിംഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് ഒഴിക്കാം. അരിച്ചതിന് ശേഷം വേണം സെർവിങ് ഡിഷിലേക്ക് ഒഴിക്കാൻ. നമുക്കിത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ നട്ട്സ് വെച്ചിട്ടോ നമുക്കിത് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോഫി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തുങ്ങാണ് പ്രസൻറ്റ് ചെയ്യാം. ഞാനിവിടെ ഇതുപോലുള്ളൊരു കുക്കി കട്ടർ വെച്ച് കട്ട് ചെയ്തെടുത്തുകൊണ്ടാണ് പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പുഡിങ്സ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും പംകിൻ സീഡ് വെച്ചുകൊണ്ട് അത് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.